നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിജയകുമാറിന് കോടികളുടെ ആസ്തിയാണ് സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി ഉണ്ടായിരുന്നത്. ബംഗളൂരിൽ ശതകോടികളുടെ വസ്തുവകകൾ വിജയകുമാറിനുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആദ്യം വിജയകുമാറിന്റെ മകനെ തീർത്തു കളഞ്ഞുവെന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മകന്റെ കൊലപാതകം വിജയകുമാറിനുള്ള ആദ്യ വാണിംഗ് ആയിരുന്നു. മകൻ നഷ്ടപ്പെട്ടിട്ടും വിജയകുമാർ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് വഴങ്ങിയില്ല. മകനെ കൊലപ്പെടുത്തിയതാണെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ വിജയകുമാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഹൈക്കോടതി ഇത് നരഹത്യയാണെന്ന് സംശയിക്കുന്നതായി ചൂണ്ടിക്കാട്ടുകയും CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇപ്പോൾ നടന്ന ഇരട്ട കൊലപാതകങ്ങൾ ഗൗതമിന്റെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു ബിസിനസ് നടത്തി വരികയായിരുന്നു ഗൗതം. 2017 ജൂൺ 2-ാം തീയതി വൈകിട്ട് 7:15 കോട്ടയം തിരുവാതിക്കലുള്ള വീട്ടിൽ നിന്ന് ഒരു സുഹൃത്തിനെ കാണാനായി തന്റെ കാറിൽ ഗൗതം ഇറങ്ങി. അന്ന് രാത്രി 8 മണിയായപ്പോൾ അമ്മയ്ക്ക് മകന്റെ ഒരു ഫോൺ കോൾ വരുന്നു. താൻ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം വല്ലതും വാങ്ങിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചായിരുന്നു ആ ഫോൺ കോൾ. എത്തേണ്ട സമയം അതിക്രമിച്ചിട്ടും മകനെ കാണാതായതോടെ സുഹൃത്തിനെ വിളിച്ചു. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി എന്നായിരുന്നു മറുപടി. ഇതിൽ ഭയപ്പെട്ട് ഒരു മാൻ മിസ്സിംഗ് കേസ് വിജയകുമാർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു. പക്ഷേ അടുത്ത ദിവസം ഗൗതമിന്റെ മൃതദേഹം കണ്ടെടുത്തു. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പാളത്തിനടുത്തായാണ് ഈ മൃതദേഹം കണ്ടത്. പക്ഷേ ട്രെയിൻ തട്ടിയിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 2 തിരശ്ശീല മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. കഴുത്തുമുതൽ നെഞ്ചുവരെ ആഴത്തിലുള്ള മാരക മുറിവായിരുന്നത്രേ മരണകാരണമായി മാറിയത്. ഏതൊക്കെ അവയവങ്ങൾ മുറിഞ്ഞുപോയെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. കോട്ടയം വെസ്റ്റ് പോലീസ് തന്നെ തയ്യാറാക്കിയ മഹസർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയതിന്റെ 240 മീറ്റർ അകലെ ഗൗതമിന്റെ കാർ കിടപ്പുണ്ടായിരുന്നുവെന്നാണ്. ആ കാറിന്റെ മുൻസീറ്റിലും പിൻസീറ്റിലും രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. കാറിന്റെ പിൻസീറ്റിൽ ഒരു ബോക്സ് കട്ടർ ഈ തളം കെട്ടിയ രക്തത്തോട് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. കഴുത്തുമുതൽ നെഞ്ചുവരെ ഞരമ്പുകളും ആന്തരികാവയവങ്ങളും അടക്കം മുറിഞ്ഞു പോകുന്നതായി ഉണ്ടാക്കിയ 2 മുറിവുകളാണ് മരണകാരണമെന്നാണ് വ്യക്തമായി പറയുന്നത്. കാറിന്റെ പിന്നിലേക്ക് പിടിച്ചുവെച്ച് മുറിച്ച് നൈഫ് കൊണ്ട് മർമ്മസ്ഥാനം നോക്കി അറുത്ത് മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം ട്രാക്കിനടുത്തേക്ക് കൊണ്ടിട്ടുവെന്നത് വ്യക്തമാണ്. ഒരാൾക്ക് തന്നെ ഇതുപോലെ ഒരു ആഴത്തിൽ മുറിവ് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കില്ല. ആത്മഹത്യ ചെയ്യാനായി ട്രാക്കിലേക്ക് ഇറങ്ങി ഓടുകയാണെങ്കിൽ പോലും ആ ഓടുന്ന വഴിയിലൊക്കെ രക്തം കാണണം. അത്തരത്തിലുള്ള മുറിവാണ് ആ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അപ്രകാരം രക്തം കണ്ടതായി ആ മഹസർ റിപ്പോർട്ടിൽ പോലും പറയുന്നില്ല. ആത്മഹത്യാ ശ്രമമാണെങ്കിൽ ഞരമ്പ് മുറിച്ച് ആ കാറിൽ തന്നെ ഇരുന്നാൽ മതി. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് നരഹത്യാ ശ്രമമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും നിരീക്ഷിച്ചത്. പോലീസിനെ കണ്ടെത്തൽ ഗൗതം മൂർച്ചയുള്ള വസ്തു കൊണ്ട് കഴുത്തിൽ സ്വന്തമായി ആഴത്തിൽ മുറിവുണ്ടാക്കി ആത്മഹത്യ ചെയ്തു എന്നാണ്. കാരണം ഗൗതമിനെ ഒരു അസുഖം അലട്ടിയിരുന്നെന്നും ഇതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. വളരെ ലാഘവത്തോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് FIRൽ തന്നെ വ്യക്തവുമാണ്. ഇതിനുശേഷം എല്ലാ തരത്തിലും വിജയകുമാർ തകർന്നു. ഭാര്യ മാനസികമായി തകർന്ന നിലയിലായിരുന്നു. മകളുടെ വിവാഹത്തിന് പോലും ഈ അമ്മ പങ്കെടുത്തിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിലാണ് ഈ കൊലപാതകം നടത്തിയത് കർണാടകയിലെ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നൊരു സംശയം ഉയർന്നത്. കാരണം വിജയകുമാർ ബാംഗ്ലൂരിലെ ഒരു ടീമിനെ ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ശബ്ദ സന്ദേശത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. വിജയകുമാറിനെയൊക്കെ കൊന്ന ആ കേസ് വളച്ചു കെട്ടിയ ആസാങ്കാന്റെ ഇടയ്ക്ക് വെച്ച് കേട്ടു. ഇത് എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ഈ വിജയകുമാറെ. പുള്ളിയുടെ മകൻ മരിച്ച് കഴിഞ്ഞിട്ട് പലതാവശ്യം എന്നെ കാണുമ്പോഴെല്ലാം പുള്ളി ഒരു കാര്യം പറയായിരുന്നു, ഇത് ബാംഗ്ലൂരുള്ള ഒരു ടീമാണ് അവനെ കൊന്നതെന്ന് വെച്ചാൽ. പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അത് ചുടുവിൽ അടിച്ചെടുത്താറുണ്ട്. കർണാടകയിലെ വിജയകുമാറിന് അവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂരിൽ. അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത്. എന്നുവെച്ചാൽ ആ മകന് ഒരു കുഴപ്പമില്ല. പുള്ളി നല്ല ഇമെൻസിലി റിച്ച് ആണ്. ഇൻഫോ പാർക്കിലൊക്കെ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ മകൻ അതാ നോക്കിക്കൊണ്ടിരുന്നത്. മകൻ ബിടെക്കാരനാ, ഒരു കുഴപ്പമില്ല. മരിക്കുന്നതിന് അന്ന് വൈകിട്ട് അമ്മയെ ഫോൺ ചെയ്തിട്ട് വെളിയിൽ നിന്ന് വല്ല ഫുഡ് വാങ്ങിക്കണമെന്ന് വിളിച്ച് ചോദിച്ചതാ. ആ മനുഷ്യൻ എങ്ങനെ അവിടെ കിടക്കുന്നു? അതല്ല, മെയിൻ റോഡിൽ MC റോഡിൽ പിന്നെ വണ്ടി കിടക്കുന്നു. അവിടെ നിന്ന് 240 മീറ്റർ അകലെ ഈ കഴുത്തും മുറിച്ചിട്ട് നടന്നു പോകത്തില്ല. അത് പുള്ളിക്ക് അത് ഭയങ്കര ഡൗട്ടായിട്ട് പുള്ളി അതിന്റെ പുറകെ ഓടി. പിന്നെ ആസിഫിന്റെ പഴയ പ്രോസിക്യൂഷൻ പുള്ളി ആ കേസൊക്കെ നടത്തിയത്. അങ്ങനെ 2 മാസം മുമ്പ് പിന്നെ CBIയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. അതിന്റെ പ്രത്യാഘാതമായത് ഇവൻ ചെന്ന് ഡോറ് തുറന്നതും
കൊടുക്കാനും ഒക്കെ അവൻ സഹായിക്കണം. അവന് വല്ല കാര്യമായിട്ട് ക്യാഷ് കൊടുത്തു കാണും. അല്ലാതെ ഇവൻ ഒരു ഫോൺ പൊട്ടിച്ചതിന് ജയിലിൽ പിടിച്ചിട്ട് ഞാൻ രണ്ടുപേരെ കോടാലിക്ക് വെട്ടിക്കൊല്ലു. അത് മാത്രമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവന് കാശിന് ആവശ്യമുള്ളവനാണ്. ഒരു മോഷണ ടെൻഡൻസി ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചിട്ട് അവിടുന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മോട്ടിച്ചിട്ടുണ്ടോ. പുള്ളിയുടെ ഭാര്യയുടെ ഡോക്ടർ മീരയുടെ ബോഡിയിൽ ഒരു മിനിമം 50 പവനെങ്കിലും കാണും. പിന്നെ വിജയകുമാറിന്റെ ദേഹത്ത് കാണും. പിന്നെ ആ വീട്ടിൽ എവിടെയൊക്കെ പൈസ ഇരിക്കുന്നതെല്ലാം ഇവനറിയാം. അവൻ ഒരു ഗ്രാം സ്വർണം പോലും അവൻ എടുത്തിട്ടില്ല. അവരൊന്നും ഡയറക്റ്റ് ചെയ്യത്തില്ല. അവർ 10 പേര് മറിഞ്ഞായിരിക്കും ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയതും പിന്നെ ഇവനെ കൊണ്ട് ചെയ്യിച്ചതും DVR എടുപ്പിച്ചതും എല്ലാം. പക്ഷെ അതൊന്നും തെളിയത്തില്ല. ഇവിടെ തന്നെ SP തന്നെ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, ആസാങ്കാരനെ ഞങ്ങൾക്ക് സംശയം. നമുക്കൊരു പട്ടിയെപ്പോലും കൊല്ലാൻ പറ്റും ഒരു കോടാലി കൊണ്ട്. ഇത് കോടാലി കൊണ്ട് 2 പേര്. അതുമല്ല പുള്ളി നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ഈ 5 അടി പൊക്കമുള്ളവൻ പിന്നെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുന്ന എങ്ങനെ? അയാൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു. എന്നാലും അയാൾ ഫിസിക്കലി ഫിറ്റ് ആണ്. അത് മാത്രമല്ല ഫിസിക്കലി ഫിറ്റ് ആണ്. പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത്രയും ഒരു ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മകന്റെ ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംവിധാനം അദ്ദേഹം കാണുകയും അദ്ദേഹം വളരെയേറെ വിജിലന്റ് ആയിരിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ത്രെട്ടുള്ള സ്ഥിതിക്ക്. അതല്ലെങ്കിൽ ഇവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ബോധം പോകുവാനുള്ള എന്തെങ്കിലും നൽകുകയോ ഏതെങ്കിലും തരത്തിൽ അതിനകത്തു നിന്ന് തന്നെ ആരുടെയെങ്കിലും സഹായം കിട്ടാതെ ഉണ്ട്. മറ്റേ ഭയങ്കര ഇമ്മൻസ് റിച്ച് അറിയാതിരിക്കും പുള്ളിന്. ഭയങ്കര ഇമ്മൻസ് റിച്ചാണ്. അപ്പം CBI അന്വേഷണം വന്നപ്പോഴത്തേക്ക് പ്രശ്നമായി. അതിക്ക് പേടിയായി. അതിനാണ് വളരെ സ്ട്രേറ്റ്. ഒരുപാട് പൈസ ഉണ്ട്. ബഹ്റൈനിലായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു, അവിടെയൊക്കെ ബിസിനസ് ആയിരുന്നു. അതിപ്പോ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികളാകാനുള്ള സാധ്യതയില്ല. കാരണം എന്ത് ബിസിനസ് ആണെന്നോ ഒന്നുമില്ല. അയാളുടെ ബിസിനസ് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, കല്യാണ മണ്ഡപമൊക്കെ. അതാണ് മെയിൻ. പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പുള്ളിക്ക് ഇൻഫോ പാർക്കിലൊക്കെ ബിൽഡിംഗ് ഉണ്ട്. അതൊക്കെ ആ മകൻ നോക്കിക്കൊണ്ടിരുന്നു. മകനൊന്നും മരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലെ, ഇയാളെന്ന് നമുക്ക് അതെങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? അതായത് ഇയാൾക്ക് ഇമ്മൻസ്ലി റിച്ചാന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പ്രോപ്പർട്ടികളും ഈ സ്വത്തുക്കളും എല്ലാം എവിടെ അത്രയും ആസ്തികളുണ്ട്. അന്നേരം ഇദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് പാർട്ണർമാരോ ഒക്കെ ആയിക്കൂടെ? കുടുംബാംഗങ്ങളൊന്നുമില്ല, പെങ്ങന്മാരേ ഉള്ള. അതൊന്നുമില്ല. പുള്ളി എൻ്റെക്കല്ലേ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ നേരത്തെ ഞങ്ങൾ റോട്ടറിയിലുണ്ട്. ഞാനിപ്പോ റോട്ടറി പോകുന്നില്ല. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിച്ചെടുത്ത് 2 മണിക്കൂർ സംസാരിക്കും. 2 പ്രാവശ്യം എന്നോട് സംസാരിച്ചതും ഈ മകന്റെ മണ്ട കാര്യമാണ്. ഇദ്ദേഹം ലോക്കലി അങ്ങനെ ആളുകളുമായിട്ട് ബന്ധമോ ഇടപെടിയിലോ ഒന്നും ഇല്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞു. അല്ല, അങ്ങനൊന്നുമില്ല. ആവശ്യത്തിനാണ്. ആവശ്യമായിട്ട് എല്ലാവരുടെയും തുണക്കായിട്ട് നടക്കുന്നതല്ല. ഒരു സൗകര്യമായിട്ട്. അതുകൊണ്ട് പിന്നെ മകന്റെ മരണം വന്നപ്പോഴത്തേക്ക് ആ വൈഫ് എങ്ങും പോകത്തില്ല. ഈ മകളുടെ കല്യാണം കഴിഞ്ഞ മാസം കൊണ്ടുണ്ടായിരുന്നു. ഇവരുടെ വൈഫ് പോലും കല്യാണത്തിന് പോയിട്ടില്ല. ഇവരുടെ ഓടിച്ചെടുത്തിച്ചായിരുന്നു. അപ്പം ഏതാണ്ട് വിദേശിയാണെന്ന് അറിഞ്ഞത്. അല്ല, ഏത് സ്വന്തം അമ്മ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തില്ലേ? അങ്ങനെ പുള്ളിക്കാരി അങ്ങനെ മെന്റലി ഇതായിപ്പോയി. ഒറ്റ മകനെ ഇങ്ങനെ വെട്ടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അത് കഴിഞ്ഞ് പുള്ളിക്കാരി എങ്ങും പോകത്തില്ല. ഈയിടെ പുള്ളി മറ്റേ എന്താ ഇതുണ്ട്, നോർത്ത് ഇന്ത്യയിലെ വലിയ ഇതാണെന്നുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുമ്പമലയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങ് ഒതുങ്ങി കഴിയായിരുന്നു. പക്ഷെ പുള്ളി ഈ ഹൈക്കോടതിയിൽ പോയിട്ട് സ്ട്രോങ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് CBIയുടെ ഉത്തരവിട്ട്. പക്ഷെ CBIയുടെ ഉത്തരവിട്ട് 2 മാസത്തിനുള്ളിൽ ഒരു എൻക്വയറി തുടങ്ങുന്ന സമയപ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടിക്കൊന്നത്. അതുമല്ല, ഇവനാ വന്നെങ്കിൽ ഇവരുടെ ദേഹത്തുള്ള സ്വർണ്ണം എടുത്തുകൊണ്ട് പോകത്തില്ലേ. അവനെ കൊണ്ടായിരിക്കും ചെയ്യിച്ചത്. സബ് കൊടുത്ത് ആരെങ്കിലും ഈ ജയിലിൽ കൊണ്ടിരിക്കെടുത്ത് ഇവനെ പരിചയപ്പെടുത്തി ഇവനെന്തെങ്കിലും ഓഫർ എല്ലാം കൊടുത്ത് അവനായിരിക്കാം. പക്ഷെ പോലീസ് ആദ്യമേ പറയുന്നുണ്ട് വീട്ടിലെ ആസാകാരം ജോലിക്കാരനാണ്. CBI അന്വേഷണം വന്നതിന്റെ റിയാക്ഷനാണിത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അവൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ അവന് ഇദ്ദേഹത്തുള്ള ഒരു പവൻ എടുത്താൽ പോലും 76,000 രൂപയില്ല. അതുമല്ല വീട്ടിൽ എവിടെയൊക്കെയാ പൈസ ഇരിക്കുന്നത് ഇതെല്ലാം അവനറിയാം. ടവർ ബോട്ട് മുകളിലത്തെ അത് മാത്രം ഇടാറുള്ളെന്നറിയാം. അതുകൊണ്ട് മുകളിലത്തെ ടവർ ബോട്ട് തുറന്നാണ് കയറിയത്. നെഞ്ചത്ത് കയറിയിരുന്ന് കോടാലി കൊണ്ട് വെട്ടി. ഇവനൊരു 4 അടി പൊക്കമുള്ളവനാണ്. ഇയാൾ രാജാനമാകും. അങ്ങനെ നെഞ്ചത്ത് കയറുന്നത് വെട്ടാൻ പറ്റുന്നത്? അതൊക്കെ ഇമ്പോസിബിളാണ്. തടുക്കാൻ ശ്രമിക്കത്തില്ലേ? ഒരാളെ വെട്ടിക്കൊല്ലുമ്പോഴത്തേക്കും കാർച്ച നിലവിളി കയറത്തില്ലേ? അല്ലെങ്കിൽ അത്രയും വട്ടം പിടിക്കണമെന്നിട്ട് ഒന്നിലധികം ആളുകൾ വേണം. അതെ, 1-2 അധികം ആൾക്കാരുണ്ട്. ഇവൻ തുറന്നു കൊടുത്ത് അകത്ത് കയറ്റി. ബാക്കി പണിയൊക്കെ ചെയ്ത് ബാക്കി ആൾക്കാരായിരിക്കും എൻ്റെ ബലമായ വിശ്വാസം. പക്ഷെ ഈ കേസ് ഇങ്ങനെ പോയിപ്പോ അവനെ അറസ്റ്റ് ചെയ്ത് അവൻ ഇതിനകത്ത് ഇൻവോൾവാ. സംഭവമൊക്കെ ശരിയാ. പക്ഷെങ്കിൽ ഇത് ചെയ്യാനുള്ള ജഡവികാരം മറ്റേയാളുടെ കൈയാണ്. പിന്നെ അതൊന്നും വെളി വരുത്തൂല്ല. പിന്നെ അതിനെ കൂട്ടിയത് ഈ CBI എൻക്വയറി വന്ന് പ്രശ്നമാണ്ടെന്ന് വെച്ചാൽ തട്ടിക്കളഞ്ഞത്. അല്ലാതെ തന്നെ ഒരു മോഷണ കേസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞത് വെട്ടിക്കൊല്ലു.
ഈ ക്രൂരമായിട്ടല്ലേ വന്നേക്കുന്നത്. കൊണ്ട് നെഞ്ചത്ത് സാധനം വെട്ടി 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 ഞാൻ കാണാൻ പോലും പോയില്ല. എങ്ങനെ കാണും? ഇവനാണെന്നുണ്ടെങ്കിൽ 100% അദ്ദേഹത്തിന് ആവരണം എടുക്കത്തില്ല, തുണി ഉരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇവൻ ആവരണം എടുക്കാൻ എന്താ പോയത്? അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞു നീ പോക്കോ നിന്റെ ആവശ്യം കഴിഞ്ഞ് നീ പോക്കോളം പറഞ്ഞു. ഇരുവരും കൊല്ലപ്പെട്ടതോടെ CBI ഏറ്റെടുത്ത ഗൗതമിന്റെ കേസിന് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇനി ഈ കുടുംബത്തിൽ ആകെയുള്ളത് TK വിജയകുമാറിന്റെ മകൾ ഡോക്ടർ ഗായത്രി വിജയകുമാർ മാത്രമാണ്. 2020 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ US ഗവേഷക ജെന്നിഫർ ഡോട്നിയുടെ ഗവേഷക സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ഗവേഷകയായിരുന്നു ഡോക്ടർ ഗായത്രി വിജയകുമാർ. ഡോട്നിയുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്ക്രൈബ് തെറാപ്യൂട്ടിക്സിൽ സയന്റിസ്റ്റായിരുന്നു അന്ന് ഡോക്ടർ ഗായത്രി. ജീനോം എഡിറ്റിംഗിലെ നൂതന സാങ്കേതിക വിദ്യയായ CRISPR-Cas9 വികസനത്തിനായി ഡോട്ന സ്ഥാപിച്ചതാണ് സ്ക്രൈബ്. ബിടെക് പൂർത്തിയായ ശേഷം ബയോടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതോടെയാണ് ഗായത്രിയുടെ US ജീവിതം ആരംഭിച്ചത്. 6 മാസം മുൻപായിരുന്നു വിദേശിയുമായുള്ള മകളുടെ വിവാഹം നടന്നത്. US തന്നെയാണ് ഗായത്രി. മാതാപിതാക്കളുടെ സംസ്കാരത്തിനായി നാട്ടിലേക്ക് എത്തും. വിജയകുമാറിന് വേണ്ടി സഹോദരന്റെ മരണത്തിലെ കുറ്റവാളികളെ കണ്ടെത്താൻ ഗായത്രി ശ്രമിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. വിജയകുമാറിനെയും ഭാര്യയും കൊലപ്പെടുത്തിയത് അമിത് ആണ് എന്ന് വരുത്തി തീർക്കുവാനായി മനഃപൂർവ്വം ശ്രീവത്സ വീടിന് സമീപം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉപേക്ഷിച്ചുവെന്ന് തന്നെ പറയേണ്ടി വരും. ഈ കൊലപ്പെടുത്തിയ ശേഷം CCTVയിൽ അമിതിന്റെ മുഖം പതിയുവാനായി മനഃപൂർവ്വം DVR ഉപേക്ഷിക്കുവാനായി കൊടുത്തുവിട്ടുവെന്നും സംശയിക്കേണ്ടി വരും. യാതൊരു കൂസലുമില്ലാതെ പ്രതി നാടുവിടുകയും ചെയ്യുന്നു. അമിതിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാണെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അത് കണ്ടെത്താനാകുമോ എന്നതും ഒരു ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.